വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗിബെയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല. അതിനാൽ മൊത്തം 31 രാജാക്കന്മാരെ തോൽപ്പിച്ച് ഇസ്രായേൽക്കാർ യുദ്ധത്തിൽ അവരുടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അത് അവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ജോഷുവ 13:33. റൂബൻ, ഗാദ്, മനാസെ, യൂദ, എഫ്രൈം എന്നീ 5 ഗോത്രങ്ങൾക്ക് ആദ്യം സ്ഥലവിഭജനം നടത്തി. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ശേഷിച്ച 7 ഗോത്രങ്ങളിൽ നിന്നും 3 പേരെ വീതം തിരഞ്ഞെടുത്ത് അവരോട് ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി വരാൻ ജോഷുവ നിർദ്ദേശിച്ചു. അതിൽ നറുക്കു വീഴുന്ന പ്രകാരം അവർക്ക് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ നറുക്ക് ബെഞ്ചമിൻ ഗോത്രത്തിനും, രണ്ടാമത്തേത് ഷിമെയോൻ ഗോത്രത്തിനും, മൂന്നാമത്തേത് സെബൂലൂൻ ഗോത്രത്തിനും, നാലാമത്തേത് ഇസ്സാക്കാർ ഗോത്രത്തിനും, അഞ്ചാമത്തേത് ആഷേർ ഗോത്രത്തിനും, ആറാമത്തേത് നഫ്താലി ഗോത്രത്തിനും, അവസാനത്തേത് ദാൻ ഗോത്രത്തിനും വീണു. അതനുസരിച്ച് ഓരോ ഗോത്രത്തിൻ്റെയും സ്ഥലവിഭജനം പൂർത്തിയായി. ഇതുകൂടാതെ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം അഭയനഗരങ്ങൾ നിർമ്മിക്കാൻ ജോഷുവയോട് കൽപ്പിച്ചു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെയെങ്കിലും കൊല്ലാനിടയായാൽ അവൻ അഭയം നേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. ജോഷുവ 20-1-3 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.